സ്കൂളിന് അവധിയോട് അവധി പരിഹാരമെന്ത്? ഇത് സംബന്ധിച്ച അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും വിവിധ ജില്ലകളിലെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളെക്കുറിച്ചും പരീക്ഷാ രീതി സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ മൂല്യനിർണ്ണയ രീതികളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തുറന്ന പുസ്തക പരീക്ഷ, ഓൺലൈൻ പരീക്ഷ എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. ചോദ്യപേപ്പർ നിർമ്മാണത്തിന്റെ വികേന്ദ്രീകൃത മാതൃക ശക്തിപ്പെടുത്താൻ എല്ലാ അധ്യാപകർക്കും ഇതിൽ പ്രത്യേക പരിശീലനം നൽകും. എഴുത്തുപരീക്ഷയിൽ മിനിമം മാർക്ക് വേണമെന്ന സമ്പ്രദായം വീണ്ടും നടപ്പാക്കുന്നത് കുട്ടികളുടെ നല്ല ഭാവിക്കായാണ്. ഈ സമ്പ്രദായത്തിലൂടെ കുട്ടികളെ തോൽപ്പിക്കാൻ പോവുകയാണെന്ന പ്രചാരണം ശരിയാണ്. പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെയും മികവിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം, മന്ത്രി വ്യക്തമാക്കി. ഇതേസമയം രൂക്ഷമായ പുഴുശല്യം കാരണം പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി MTLP സ്കൂളിന് 2 ദിവസം അവധി നൽകി. അടുത്ത 2 ദിവസം കൂടി വിദ്യാലയത്തിന് അവധി നൽകേണ്ടി വരുമെന്നാണ്. കേരളത്തിൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം 25-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അവധി സംബന്ധിച്ച വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ